ഞാൻ സത്യം പറഞ്ഞ ഒരു ക്ലൈമാക്സ് എടുത്തുമ്പോൾ ഒത്തിരി കരഞ്ഞു പോയി. സൂപ്പർ സിനിമ, രക്ഷയില്ല. ഇറാനിയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടം, നല്ല ഫണ്ണ. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. കിട്ടില്ല പടം അത്ര പോരാ. ഫുൾ കണ്ടികയിൽ ആകൊന്നും അധികമില്ല. സൂപ്പർ സിനിമ, രക്ഷയില്ല. നല്ല പടം. നല്ല പടം, കൊള്ളാം. നല്ല പടം, നല്ല പടം, അടിപൊളി പടം. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. അടിപൊളി. നല്ല സിനിമയാണ്, നല്ല കുഴപ്പമില്ല, ഒരു ഹാംലെസ് വാസ്. കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. സൂപ്പർ പടം. കൊള്ളാം, നല്ല സിനിമയാണ്. നല്ല പടമായിരുന്നു. അടിപൊളി പടം. നല്ല പടം, നല്ല പടം, അടിപൊളി. അത്ര പോരാ. നല്ല പടം. ഇറാനിയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടം, നല്ല ഫണ്ണ. നൈസ് പടമായിരുന്നു, നല്ല പടം. നല്ല വേണം. രാജ്കുമാർ പറയാൻ്റെ ഒരു ഇതുണ്ട്. ഫുൾ കണ്ടികയിൽ ആകൊന്നും അധികമില്ല. ഡങ്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. നമ്മളിപ്പം ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഒരു ക്ലൈമാക്സ് എടുത്തുമ്പോൾ ഒത്തിരി കരഞ്ഞു പോയി. കാരണം ആ ഒരു തന്നെ നെഗറ്റീവ്സ് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടാകും. പക്ഷെ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് ഓവറോൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരു അത്യന്തികമായിട്ടൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും കിട്ടില്ല പടം. ടീസറും ഇത് ട്രെയിലറൊക്കെ വെറും 10%. പടം അതിനേക്കാൾ 100 കിട്ടില്ല പടം. നല്ല സിനിമ, കൊള്ളായിരുന്നു. അടിപൊളി, സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല, കൊള്ളാം. ഇപ്പൊ ഇന്ത്യയുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അത് പഞ്ചാബ് ബാക്ക്ഡ്രോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ കൂടെ നമ്മൾ ഇപ്പോഴത്തെ വന്ന് പ്രസന്റ് ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളായിരുന്നു. ആവറേജ്. നല്ല പടം, വെരി നൈസ്. നല്ല പടം, നല്ല പടം, കൊള്ളാം. നല്ല പടം, നല്ല പടം, അടിപൊളി പടം. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. കൊള്ളാം, അടിപൊളി. സൂപ്പർ പടം. കൊള്ളാം, നല്ല സിനിമയാണ്. നല്ല പടമായിരുന്നു. നല്ല പടം, നല്ല പടം, അടിപൊളി. ആവറേജ്. തല്ലിപ്പൊളി. നല്ല പടം. വെരി നൈസ്. രാജ്കുമാർ പറയാൻ്റെ ഒരു ഇതുണ്ട്.